ദൈവാത്മാവേ, ഇന്ന് രാത്രിയിൽ അങ്ങയുടെ അഭിഷേകത്താൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ. ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത നിലവാരത്തിൽ, ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത നിലവാരത്തിൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധയാത്മാവേ അങ്ങ് ഞങ്ങളെ ഒന്ന് നിറയ്ക്കണമേ. ഇന്ന് രാത്രിയിൽ കൊതിയോടെ കർത്താവിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്നവർ ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് ചില നിമിഷങ്ങൾ അന്യഭാഷകളിൽ കർത്താവിനെ ഒന്ന് സ്തുതിച്ച് വായ്കളെ തുറന്ന് ഇന്ന് പകലിലും ഹാലലൂയ പറഞ്ഞതുപോലെ നിന്റെ പ്രാർത്ഥനയെ ഭയപ്പെടുന്ന ഒരു കൂട്ടമുണ്ട്, നിന്റെ അന്യഭാഷയെ ഭയപ്പെടുന്ന ഒരു കൂട്ടമുണ്ട്, നിന്റെ ആരാധനയെ ഭയക്കുന്ന ഒരു കൂട്ടമുണ്ട്. ഇന്ന് രാത്രിയിൽ നിന്റെ സാഹചര്യത്തിന്റെ നടുവിലും പിറുപിറുക്കാതെ ഇന്ന് രാത്രിയിലും ആ നല്ല കർത്താവിനെ വായ്കളെ തുറന്ന് ചില നിമിഷങ്ങൾ അടുത്തിരിക്കുന്ന ആരും കർത്താവിനെ സ്തുതിച്ചാലും സ്തുതിച്ചില്ലെങ്കിലും ഇന്ന് രാത്രിയിൽ നീ ഒന്ന് ആരാധിക്കാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് രാത്രിയിൽ നീ ആ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ തയ്യാറാണെങ്കിൽ, നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യാൻ എൻ്റെ ദൈവം സർവശക്തനാണ്. എല്ലാ മുട്ടും മടങ്ങുന്ന നാമം, എല്ലാ നാവും ഏറ്റുപാടുന്ന നാമം എൻ്റെ യേശു കർത്താവിന്റെ നാമം. എല്ലാ ആദരങ്ങളെ തുറന്ന് നന്ദിയോടെ 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 Oh, thank you, Jesus. Oh, thank you, Jesus. കോഴി തന്റെ കുഞ്ഞിനെ ചിറകിന് മീതെ വഹിക്കുന്നത് പോലെ, കഴുകൻ തന്റെ കുഞ്ഞിനെ ചിറകൻ മീതെ വഹിക്കുന്നത് പോലെ അവൻ ഓരോ ദിവസവും, അവൻ ഓരോ സമയവും അത്ഭുതകരമായി നമ്മളെ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് ഇന്ന് രാത്രിയിൽ ആർക്കും മൗനമായിട്ടിരിക്കാൻ കഴിയത്തില്ല. ഒരു യോഗ്യതയെ നമുക്ക് പറയാനില്ല. എല്ലാം എൻ്റെ ദൈവത്തിൻ്റെ കൃപയാണെന്ന് ഉറപ്പുള്ളവർ ഇത്രത്തോളം എന്നെ നടത്തി, ഇതുവരെ എന്നെ അത്ഭുതകരമായി വഴി നടത്തി, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മളെ നടത്തിയ ആ ദൈവത്തിന് ഇന്ന് രാത്രിയിൽ ആദരങ്ങളെ തുറന്നൊന്ന് നന്ദി പറയാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, അവന്റെ വീര്യപ്രവർത്തികൾ നിമിത്തം അവനെ സ്തുതിക്കണം, അവന്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം അവനെ സ്തുതിക്കണം. കാഹളനാദത്തോടെ കർത്താവിനെ സ്തുതിക്കണം, വീണയോടും കിന്നരത്തോടും കൂടെ അവനെ സ്തുതിക്കണം, തപ്പിനോടും നൃത്തത്തോടും കൂടെ അവനെ സ്തുതിക്കണം, തന്ത്രിനാദത്തോടും കുഴലിനോടും കൂടെ അവനെ സ്തുതിക്കണം, അത്യുച്ഛനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിക്കണം. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിക്കും ഉടയവനായ ദൈവത്തെ ഇന്ന് രാത്രിയിൽ ആദരങ്ങളെ തുറന്ന് നന്ദിയോടെ ഹല്ലേലൂയ. ഓ എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. ശരി, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടി, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടി, യേശു മാത്രം കർത്താവ്. കർത്തൻ നീ, കർത്തൻ നീ, കർത്തൻ നീ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. കർത്തൻ നീ, കർത്തൻ നീ, കർത്തൻ നീ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്.
സ്തുതിയും സ്തോത്രവും സ്തുതിയും സ്തോത്രവും സർവം സ്വീകരിപ്പാൻ യോഗ്യനായോനേ. സ്തുതിയും സ്തോത്രവും സർവം സ്വീകരിപ്പാൻ യോഗ്യനായോനേ. എല്ലാം ഒട്ടും മടങ്ങും, എല്ലാം ഒട്ടും മടങ്ങും, എല്ലാ നാമം യേശു മാത്രം, യേശു മാത്രം. ഓ എല്ലാം ഒട്ടും മടങ്ങും, എല്ലാം ഒട്ടും മടങ്ങും, എല്ലാ നാമം പാടിടും യേശു മാത്രം കർത്താവ്. കുഞ്ഞാടേ കുഞ്ഞാടേ വാഴ്ത്തുവിൻ, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. കുഞ്ഞാടേ കുഞ്ഞാടേ വാഴ്ത്തുവിൻ, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തു. ശതമുയർത്തി എല്ലാം ഒട്ടും മടങ്ങും, എല്ലാം ഒട്ടും മടങ്ങും, എല്ലാ നാവും പാടി യേശു മാത്രം കർത്താവ്. എല്ലാം ഒട്ടും മടങ്ങും, എല്ലാം ഒട്ടും മടങ്ങും, എല്ലാ നാവും പാടി യേശു മാത്രം കർത്താവ്. ശർവ്വനാമ സ്തുതിയും സ്തോത്രവും സ്തുതിയും സ്തോത്രവും സർവം സ്വീകരിപ്പാൻ യോഗ്യനായോനേ. സ്തുതിയും സ്തോത്രവും സർവം സ്വീകരിപ്പാൻ യോഗ്യനായോനേ. എല്ലാം ഒട്ടും മടങ്ങും, എല്ലാം ഒട്ടും മടങ്ങും, എല്ലാ നാവും പാടി യേശു മാത്രം കർത്താവ്. എല്ലാം ഒട്ടും മടങ്ങും, എല്ലാം ഒട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം. ശതമുയർത്തി എല്ലാം ഒട്ടും മടങ്ങും, എല്ലാം ഒട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. എല്ലാം ഒട്ടും മടങ്ങും, ഓ എല്ലാം ഒട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു. ഓ ശരണമശേ. ദൈവത്തിന്റെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു, 24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. യോഹന്നാൻ പറയുന്നു, ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നത് കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ആകാശവും ഭൂമിയും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും കോടാനുകോടി നക്ഷത്രങ്ങളും അവന്റെ തേജസ്സിന് മുമ്പിൽ നിന്ന് ഓടിപ്പോയി. ഇന്ന് രാത്രിയിൽ സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ മുഖമുള്ളവന്റെ മുമ്പിൽ നിൽപ്പാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇന്ന് രാത്രിയിലും അവന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ആ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ, അവന്റെ തേജസ് തിരിച്ചറിഞ്ഞ് ഇന്ന് രാത്രിയിലും ആ കർത്താവിനെ ഒന്ന് ആരാധിക്കാൻ, ഇന്ന് രാത്രിയിൽ ദൈവജനം ഒന്ന് ഉത്സാഹിച്ച് എല്ലാ വായ്കളും തുറന്ന് ചില നിമിഷങ്ങൾ ആ ദൈവത്തെ ഒന്ന് നന്ദി പറഞ്ഞ് എത്രയൊക്കെ സ്തുതിച്ചാലും, എത്രയൊക്കെ ആരാധിച്ചാലും, എത്രയൊക്കെ പാടിയാലും, എത്രയൊക്കെ പറഞ്ഞാലും അവന്റെ മഹത്വത്തെ വർണ്ണിക്കാൻ കഴിയത്തില്ല. ഓ ശലരമശ്യേ
വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്താവേ വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത ആ കരങ്ങൾ ഉയർത്തിച്ചേർന്ന് വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്താവേ വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്താവേ നിൻ സ്നേഹമാധുര്യം, നിൻ സ്നേഹമാധുര്യം അത് അവർണ്ണനീയം. പാപമരണമേറ്റെന്നിൽ പുതുജീവൻ നൽകിയോ നിൻ സ്നേഹമാധുര്യം അത് അവർണ്ണനീയം. പാപമരണമേറ്റെന്നിൽ പുതുജീവൻ. വൻകൃപയ്ക്കായി, വൻകൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വൻകൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ. ചേർന്ന് വൻകൃപയ്ക്കായി, വൻകൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വൻകൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ. ചേർന്ന് വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്താവേ സഭ ചേർന്ന് പാടാമോ? വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി, ജീവൻ നൽകി വീണ്ടെടുത്ത കർത്താവേ വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി, ജീവൻ നൽകി വീണ്ടെടുത്ത കർത്താവേ വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി, ജീവൻ നൽകി വീണ്ടെടുത്ത കർത്താവേ ആത്മശക്തി പകർന്നു, ആത്മശക്തി പകർന്നു. അഭിഷേകം നൽകിയും സുവിശേഷം ഘോഷിപ്പാൻ എന്നെ യോഗ്യനാക്കിയോ. ആത്മശക്തി പകർന്നു, അഭിഷേകം നൽകിയും സുവിശേഷം ഘോഷിപ്പാൻ എന്നെ. ചേർന്ന് വൻകൃപയ്ക്കായി, വൻകൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വൻകൃപയ്ക്കായി, വൻകൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ. സഭ ചേർന്ന് വൻകൃപയ്ക്കായി, വൻകൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വൻകൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, 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 വാഴ്ത്തുന്നേ. ജീവൻ നൽകി, ജീവൻ നൽകി വീണ്ടെടുത്ത കർത്താവേ സഭ ചേർന്ന് വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി, ജീവൻ നൽകി വീണ്ടെടുത്ത. ഓ ചേർന്ന് വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി, ജീവൻ നൽകി വീണ്ടെടുത്ത കർത്താവേ സഭ ചേർന്ന് പാടാമോ? വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി, ജീവൻ നൽകി
നൽകി വീണ്ടെടുത്ത കർത്തനെ. അതുകൊണ്ട് ഇതുപോൽ സ്വജീവൻ തന്നോരാത്മ സ്നേഹിതൻ വേറെ അനുഭവമുള്ളവർ ചേർന്ന് പാടാമോ? ഇതുപോൽ സ്വജീവൻ തന്നോരാത്മ സ്നേഹിതൻ വേറെ. മരണാധികാരിയായിരുന്ന മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്താന. മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി സ്തുതി മനമേ നിത്യവും ജീവനാഥൻ സ്തുതി മനമേ സ്തുതി മനമേ നിത്യവും ജീവ ഇതുപോൽ സ്വജീവൻ തന്നോരാത്മ സ്നേഹിതൻ വേറെ. ഇതുപോൽ സ്വജീവൻ തന്നോരാത്മ സ്നേഹിതൻ ബഹുമാന്യനാമ ചാര്യനായി വാണി അവൻ വാഴുകയാൽ. ബഹുമാന്യനാമ ചാര്യനായി വാണിടാവൻ. ബലഹീനതയിൽ കൈവിടാതെ ഉറപ്പോടെ ചേർന്ന് ബലഹീനതയിൽ കൈവിടാതെ ചേർത്തുകൊള്ളും. സമചേർന്ന് സ്തുതി മനമേ സ്തുതി മനമേ നിത്യവും സ്തുതി മനമേ സ്തുതി മനമേ നിത്യവും ജീവനാഥൻ. ഇതുപോൽ സ്വജീവൻ തന്നോരാത്മ സ്നേഹിതൻ വേറെ. ഇതുപോൽ സ്വജീവൻ തന്നോ. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് പറയാൻ കഴിയുമോ? അപ്പൊ എന്നെ ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഈ ഉലകത്തിൽ വേറെയില്ല. എന്നെ ഇതുപോലെ കരുതുന്ന ഒരു ദൈവം ഈ ഉലകത്തിൽ വേറെയില്ല. ഓ ശരണമശേ ഓ സ്നേഹിതൻ. ഓ സഭ
ചേർന്ന് പാടാമോ? ഇതുപോൽ സ്വജീവൻ തന്നോരാത്മ സ്നേഹിതൻ വേറാ ഇതുപോൽ ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് പറയാൻ കഴിയും? നാം പാടിയതുപോലെ ഇന്ന് രാത്രിയിൽ നാം ആരാധിക്കുന്ന ദൈവം അവൻ മരണത്തെ ജയിച്ചവനാണ്. അവൻ ശത്രുവിന്റെ തലയെ തകർത്തവനാണ്. ഈ ഉലകത്തിൽ മഹാന്മാരെന്ന് പറയുന്ന പലരുടെയും കല്ലറ ഇന്ന് രാത്രിയിലും അടഞ്ഞു കിടക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ഞാൻ ആരാധിക്കുന്ന ദൈവം അവൻ മരണത്തെ ജയിച്ച് പാതാളത്തെ ജയിച്ച് ശത്രുവിന്റെ തലയെ തകർത്ത് ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്ന് ഉറപ്പുള്ളവർ നന്ദിയോടെ ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മരണമെന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ അവസാനത്തെ വാക്കാണ്. പക്ഷെ ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ലാസറിന്റെ ഭവനത്തിലേക്ക് കർത്താവ് കടന്നു ചെന്നപ്പോൾ അവിടെ സാഹചര്യം വളരെ മോശമായിരുന്നു. ലാസർ മരിച്ചു. 4 ദിവസമായി സകല പ്രതീക്ഷകളും അസ്തമിച്ചു. ഇനി ഒരിക്കലും അവിടെ ലാസർ ഉയർക്കത്തില്ല. ഇനി ലാസറിന് തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അവിടെ കൂടി വന്നിരിക്കുന്നവരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവിന് ഇത്രയും പ്രിയമായ ഒരു കുടുംബമായിരുന്നു ലാസറിൻ്റെത്. എന്നാൽ കുരുടന് കാഴ്ച കൊടുത്ത ഇവന്, ചെകിടന് കേൾവി കൊടുത്ത ഇവന് ഇത്രയധികം സ്നേഹിച്ച ലാസറിനെ മരിക്കാതാക്കുവാൻ കഴിയത്തില്ലായിരുന്നു എന്ന് ഞാൻ പറയട്ടെ. ലൗകികമായി നോക്കിയാൽ സകല പ്രതീക്ഷകളും അസ്തമിച്ചൊരു സമയമാണ്. സകല ഹോപ്പുകളും അവസാനിച്ചൊരു സമയമാണ്. പക്ഷെ ഞാൻ പറയട്ടെ, കല്ലറയിലകപ്പെട്ട ലാസർ 4 ദിവസമായി. പക്ഷെ കല്ലറയിൽ ചെന്ന് കർത്താവ് ലാസറെ പുറത്തു വരിക എന്ന് ഒറ്റ വാക്ക് കൽപ്പിച്ചപ്പോൾ കല്ലറയിൽ നിന്ന് ലാസർ പുറത്തു വന്നു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിന്റെ ഏത് വിഷയത്തിൻ്റെ നടുവിലാണോ നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയാതെ ആരെങ്കിലും ഭാരപ്പെടുന്ന അവസ്ഥയിലാണോ, ഇന്ന് രാത്രിയിലും അവൻ്റെ വാക്കിന് നീ ഒന്ന് പ്രതികരിക്കാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് രാത്രിയിലും അവൻ്റെ വാക്കിന് നീ ഒന്ന് പ്രതികരിക്കാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് രാത്രിയിൽ എനിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ഇന്ന് രാത്രിയിൽ ആരാധിക്കുന്നത്. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, അവൻ്റെ ഒരു വാക്ക് മതി എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരാൻ? അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്തെന്ന് പറഞ്ഞ്, യേശു കർത്താവ് ഇന്ന് രാത്രിയിൽ എന്തും ചെയ്യുന്ന ദൈവമാണ്. അവൻ നിനക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ എന്തും ചെയ്യുന്ന ദൈവമാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. ചേർന്ന് പാടാമോ? യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശു എന്തും ചെയ്തിടുമേ. വായികളെ തുറന്ന് യേശു എന്തും ചെയ്തിടുമേ, യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയം. ചേർന്നൊരു വാക്കുമതി, ഒരു വാക്കുമതി, എനിക്കത് മതിയേ. ഒരു വാക്കുമതി, എനിക്കത് മതിയേ. ഒരു വാക്കുമതി, എനിക്കത് മതിയേ. ഒരു വാക്കുമതി, എനിക്കത് മതിയേ. ഇന്ന് രാത്രിയിൽ ഒരു വാക്കിന് വേണ്ടി കൊതിക്കുന്നവർ ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് ഒരുമിച്ച് നന്ദിയോടെ ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഓ ശബനന്ദേ, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ശർമ്മണം അസാധ്യമൊന്നും അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ. അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ. അധികാരത്തിൽ നിന്നെ പോലെ എൻ ജീവിതം മാറും, എൻ ജീവിതം
മാറാത്തതെന്നുള്ളൂ. യേശുവേ പറഞ്ഞാൽ ഒരു വാക്ക് മതി, ഒരു വാക്ക് മതി, എനിക്കത് മതിയേ. ഇന്ന് രാത്രി വിശ്വാസത്തോടെ വയലെ തുറന്ന് ഒരു വാക്ക് മതി, ഒരു വാക്ക് മതി, എനിക്കത് മതിയേ, ഒരു വാക്ക് മതി. എനിക്ക് പുകഴാൻ, എനിക്ക് പുകഴാനാരും ഈ ഭൂമിയിൽ യേശുവിനെ പോൽ, യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാരും. എനിക്ക് പുകഴാൻ, എനിക്ക് പുകഴാനാരും ഈ ഭൂമിയിലെ. ഓ യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാ. എൻ നിരാശകൾ മാറും, എൻ നിരാശകൾ മാറും, ഒരു വാക്ക് നീ പറഞ്ഞാൽ എൻ പിഴവുകളും മാറും. ഒരു വാക്ക് നീ പറഞ്ഞാൽ എൻ നിരാശകൾ മാറും. ഒരു വാക്ക് നീ പറഞ്ഞാൽ എൻ പിഴവുകളും മാറും. ഒരു വാക്ക് നീ പറഞ്ഞാൽ, നീ പറഞ്ഞാൽ പാപം മാറും, നീ പറഞ്ഞാൽ ശാപം മാറും, നീ പറഞ്ഞാൽ പാപം മാറും, നീ പറഞ്ഞാൽ യേശുവേ, യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്നുള്ളൂ. യേശുവേ നീ പറഞ്ഞാൽ സമക്ഷം ഒരു വാക്ക് മതി, ഒരു വാക്ക് മതി, എനിക്കത് മതിയേ, ഒരു വാക്ക് മതി, എനിക്കത് മതി, ഒരു വാക്ക് മതി, ഒരു വാക്ക് മതി, എനിക്കത് മതിയേ, ഒരു വാക്ക് മതി. ചേർന്ന് എനിക്ക് പുകഴാൻ, എനിക്ക് പുകഴാനാരും ഈ ഭൂമിയിൽ യേശുവിനെ പോൽ, യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാരുമില്ല. എനിക്ക് പുകഴാൻ, എനിക്ക് പുകഴാനാരും ഈ ഭൂമിയിലേ. ഓ യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാ. എൻ നിരാശകൾ മാറും, എൻ നിരാശകൾ മാറും, ഒരു വാക്ക് നീ പറഞ്ഞാൽ എൻ പിഴവുകളും മാറും. ഒരു വാക്ക് എൻ നിരാശകൾ മാറും, എൻ നിരാശകൾ മാറും, ഒരു വാക്ക് നീ പറഞ്ഞാൽ എൻ പിഴവുകളും മാറും. ഒരു വാക്ക് നീ പറഞ്ഞാൽ, നീ പറഞ്ഞാൽ പാപം മാറും, നീ പറഞ്ഞാൽ ശാപം മാറും, നീ പറഞ്ഞാൽ പാപം മാറും, നീ പറഞ്ഞാൽ ശാപം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്നുള്ളൂ. യേശുവേ നീ പറഞ്ഞാൽ സമക്ഷം ഒരു വാക്ക് മതി, ഒരു വാക്ക് മതി, എനിക്കത് മതിയേ, ഒരു വാക്ക് മതി, എനിക്കത് മതിയേ. ഓ ഒരു വാക്ക് മതി, എനിക്കത് മതിയേ, ഒരു വാക്ക് മതി, എനിക്കത് മതി, ഒരു വാക്ക് മതി, ഒരു വാക്ക് മതി, എനിക്കത് മതിയേ, ഒരു വാക്ക് മതി, എനിക്കത് മതിയേ. ഓ ഒരു വാക്ക് മതി, എനിക്കത് മതിയേ, ഒരു വാക്ക് മതി. വിശ്വാസത്തോടെ യേശു എന്തും ചെയ്തിടുമേ, യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, സമച്ചേർന്ന് യേശു എന്തും ചെയ്തിടുമേ, യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുമേ. കൂട്ടുകാരിൽ പരമായി, കൂട്ടുകാരിൽ പരമായി എന്നെ പോറ്റുക, കൂട്ടുകാരിൽ പരമായി എന്നെ പോറ്റുക, നല്ല പെറ്റമ്മയിടാൻ പേരുന്ന യേശു പോരായോ, നല്ല പെറ്റമ്മയിടാൻ പേരുന്ന. സഭ ചേർന്ന് കൂട്ടുകാരിൽ പരമായി, കൂട്ടുകാരിൽ പരമായി
മാറാത്ത വാഗ്ദത്തം, മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ, മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ. അതിരാശ്രയിച്ചു പാരിടത്തി വേല ചെയ്യും ഞാൻ, അതിരാശ്രയിച്ചു പാരി. ക്രിസ്ത്യ ജീവിതം പോൽ, ഓ ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിടത്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം. പരിഹാസം ചൊല്ലി ശത്രു, പരിഹാസം ചൊല്ലി ശത്രു നേർക്കുവരുമ്പോൾ, പരിഹാസം ചൊല്ലി ശത്രു നേർക്കുവരുമ്പോൾ സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന ആമേൻ. സ്തോത്രം പാടി ആശ്വസിപ്പാൻ. പരിഹാസം ചൊല്ലി ശത്രു, പരിഹാസം ചൊല്ലി ശത്രു നേർക്കുവരുമ്പോൾ, പരിഹാസം നേർക്കുവരുമ്പോൾ സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന ആമേൻ. സ്തോത്രം പാടിയ ക്രിസ്ത്യ ജീവിതം പോൽ, ഓ ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിടത്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ, ക്രിസ്ത്യ ജീവിതം പോൽ, ക്രിസ്ത്യ ജീവിതം പോൽ. ഇത് രാത്രിയും ആ ഭാഗ്യം അത് ലഭിച്ച ദൈവജനം. വിമനം ശിവനല ധിരമല ധിരനല ധിരമല വിമനല ധരെ ശിവനം സുനദിരമന ലക്ഷകലം ഗുണദിരമന ലക്ഷകലം ധരെ ശിവനം സുരമന ലക്ഷികലം സുനദിരമന. പരിഹാസം ചൊല്ലി ശത്രു നേർക്ക് വരുമ്പോൾ അതിന്റെ നടുവിൽ സ്തോത്രം പാടി ആശ്വസിക്കാൻ ശക്തി നൽകുന്ന ഈ ക്രിസ്ത്യ ജീവിതം പോൽ ഈ ഉലകത്തിന് വേറൊരു ഭാഗ്യപദവിയില്ല. ഇന്ന് രാത്രിയും അത് തിരിച്ചറിയുന്ന ദൈവജനം. ശിവനം സുരമന ലക്ഷികലം സുനദിരമന ധിരനല ലക്ഷകലം ധരെ ശിവനം സുനദിരമന ധിരനല ധിരമന ലക്ഷകലം ധരെ ശിവനാഥുന രക്ഷകലം സുനദിരമന ലക്ഷേ ശിവനം സുനദിരമന ധിരന ശകനം സുരമാരകനെ ശിവനം സുനദിരമന ധിരന ശകനം സുരമ ശിവനം സുരമന രക്ഷേ റിവനം ശിവനം സുരമ റിഗന ശകനം ജനവേ റിവനവ ശവനം സുനദിരമന ലക്ഷകലാധരെ ശിവനം സുനദിരമന ധിരനല ധിരമന ധിരനല ശിവനല സുരമന രക്ഷകലം സുനദിരമന ലക്ഷേ റിവനം ശിവനം സുരമാരകന ശിവനം സുനദിരമന ധിരന ശബ്ദേ ശിവനം സുരമന രക്ഷകലം ദേ റിവന ശവനം സുരമാരകനെ ശിവനം സുനദിരമന രക്ഷകലം ദേ ശവനം സുരമന റിവന ശകലം ധിരമ റിവന ശിവനം ധരകന ലക്ഷേ റിവന ശകലം സുനദിരമന ധിരനല രക്ഷകലം ദേ ശിവനം സുനദിരമന രക്ഷകലം സുനദിരമന രക്ഷകലാധരെ ശവരന ധിരനല ധിരമന 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 ശിവനം സുനധിരമന ധിരനല ധിരമനെ ശിവനം സുനധിരമന ലക്ഷകലം ദേ ശിവനം സുനധിരമന രക്ഷകലം ദേ ശിവനം സുരമാരകന ശകലേ ശിവനം സുനധിരമന ധിരനല ധിരമനെ ശിവനം സുനധിരമന ധിരന ശകലേ ശിവനം സുനധിരമന രക്ഷകലാധുന രക്ഷകലാധരെ ഹോ രമണം ശവനം സുനധിരമന രക്ഷകലാധരെ ഹോ രഭവ ശിയാരമാന ശിയാരമാന ഹോ രഭനവനവ രമനവ ശിയാരെ. ഇന്ന് രാത്രിയിൽ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണെന്ന് ഇന്ന് രാത്രിയിൽ ഉറപ്പുള്ളവർ വിശ്വാസമുള്ളവർ നന്ദിയോടെ ജീവനവരമനവല ധുരമന റിവനല ധുരമന രഗതനെ ഹോ ശബരമനവല ശേ ഹോ താങ്ക് യു ജീസസ് ശബരം ധുരമന റിഗമന വനവരമനെ ഹോ രഭ ശിയാരമാന ഗസിയാരമാന യെസ് ഹല്ലേലൂയ രഭവ ശിയാരമാന. ദൈവജനം ചേർന്ന് ചില നിമിഷങ്ങൾ അന്യഭാഷകളിൽ ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ശിവനം സുനധിരമന റിഗനല ധിരമന റിവനദേ ശിവനം സുനധിരമന രക്ഷകലാധുന രക്ഷകലാധരെ ശവനം സുരമാരകന ശകലേ ശിവനം സുരമന റിഗമന രിഗനഗതനഗതനഗതേ ശിവനം സുനധിരമന റിഗന ശകലേ ശിവനം സുനധിരമന രക്ഷകലാധുന രക്ഷകലാധരെ. Oh, thank you, Jesus. Oh, Sharamashe. Oh, Shivana, Mana, 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 Kashiyana. Thank you, Jesus. യേശു എന്തും ചെയ്തിടുമേ
അവൻ അത്ഭുതവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. ഉറപ്പുള്ളവർ ഒന്ന് ചേർന്ന് പാടാമോ? യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. രാത്രിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് എനിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്ക് കരങ്ങളെ കൊടുത്തൊന്ന് ചോദിച്ചേ, യേശു കർത്താവ് എന്തും ചെയ്യുവോ? ആമേൻ. കർത്താവ് ഒരുവന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്താൻ പറ്റുമോ? കർത്താവിന് ഒരുവന്റെ സ്വഭാവത്തിന് മാറ്റം വരുത്താൻ കഴിയുമോ? ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, അങ്ങനെ പറ്റത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണത്തില്ലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ ഞാൻ ലോകത്തിന് വേണ്ടി പാടി നടന്നൊരു വ്യക്തിയാണ്. അനേക അമ്പലങ്ങളിലും മറ്റും അന്യദേവന്മാരെ സ്തുതിച്ചുകൊണ്ട് നടന്നൊരു വ്യക്തിയാണ്. ഒത്തിരി ഗാനമേള വേദികളിൽ ഒത്തിരി പിന്നണി ഗായകരുടെ പാടാൻ എനിക്ക് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഈ ട്രിവാൻഡ്രത്തൊക്കെ നിരവധി തവണ ഞാൻ ഗാനമേളയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, ആ സമയങ്ങളിൽ എൻ്റെ കുടുംബത്തിലോ എൻ്റെ ജീവിതത്തിലോ ഒന്നും ഒരു സന്തോഷവും സമാധാനവും ഇല്ലായിരുന്നു. നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ തലവേദനയായി നടന്നൊരു സമയം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഞാൻ പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഒരിക്കൽ മണർകാട് നടന്നൊരു മീറ്റിങ്ങിൽ ഞങ്ങൾ ആ മീറ്റിംഗ് കൂടാൻ വേണ്ടി കടന്നു ചെന്നതാണ്. ആ മീറ്റിങ്ങിൻ്റെ അവസാനം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രിയ ദൈവദാസൻ റെജി നാരായണൻ പാസ്റ്റർ, ആ പാസ്റ്റർ മീറ്റിങ്ങിൻ്റെ അവസാനം ഞാനും എൻ്റെ സഹോദരൻ ഞങ്ങൾ കുറച്ച് പേര് ചേർന്നാണ് ആ മീറ്റിങ്ങിൽ പോയത്. ഈ ദൈവദാസൻ അവസാനം ഞങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചു. പക്ഷെ എന്തെന്നറിയത്തില്ല, ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ തീരുമാനമെടുത്ത്, ഇനി ഞങ്ങൾ പാടുന്നെങ്കിൽ കർത്താവിന് വേണ്ടി മാത്രമേ പാടത്തുള്ളൂ, ഇനി ജീവിക്കുന്നെങ്കിൽ എൻ്റെ ദൈവത്തിന് വേണ്ടി മാത്രമേ ജീവിക്കത്തുള്ളൂ. പക്ഷെ ഞാൻ പറയട്ടെ, ഈ തീരുമാനം എൻ്റെ ജീവിതത്തിൽ എടുത്തതിന് ശേഷം പിന്നെ വന്നത് മൊത്തം പ്രതികൂലമായിരുന്നു. കാരണം ആരും പ്രോഗ്രാമിന് വിളിക്കുന്നില്ല, കയ്യിലാണെ 10 പൈസയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നൊരു സമയമായിരുന്നു. ഞങ്ങൾ അവസാനം തിരിച്ച് ഗാനമേള അവരോട് പറഞ്ഞു, ഇനി ഞങ്ങൾ ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഇനി ഞങ്ങൾ വരത്തില്ല, ഞങ്ങളിത് അവസാനത്തെയാണ്, ഇനി ഞങ്ങൾ ഇനി വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ലോകത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന, ഏറ്റവും അധികം വില കിട്ടുന്നൊരു സമയമാണിപ്പോൾ. നമുക്കല്ലാതെ ഈ ലോകത്തിൽ മറ്റാർക്കും ഇതുപോലൊരു വാല്യൂ ആർക്കും കിട്ടത്തില്ല. ഞങ്ങൾ എന്തെങ്കിലും, നിങ്ങളിപ്പോൾ കാണിക്കുന്നത് ഭയങ്കര മണ്ടത്തരമാണ്. ഞങ്ങൾ എന്തെങ്കിലും കോട്ടയം വഴി വരുമ്പോൾ നിങ്ങളിവിടെ ഹോട്ടലിൽ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നതായിട്ട് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല. പക്ഷേ ഈ 2 വർഷത്തോളം ഞങ്ങൾ ഭവനത്തിൽ വെറുതെ ഇരുന്നു. ഞാൻ പറയട്ടെ, പ്രിയ ദൈവദാസൻ, ഞാൻ അങ്ങനെ കുറേ നാൾ 2-3 വർഷത്തോളം ഞാൻ മീറ്റിംഗ് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് കോട്ടയത്തൊരു വലിയൊരു ക്രൂസൈഡ്, പീറ്റർ ജോർജ് എന്ന് പറയുന്ന ഒരു പാസ്റ്റർ, പ്രിയ ദൈവദാസൻ നടത്തിയൊരു ക്രൂസൈഡ്. പ്രിയ പാസ്റ്ററാണ് അന്ന് മെസ്സേജ് ചെയ്യാൻ വേണ്ടി വന്നത്. അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു ഒരു വഴിത്തിരിവായിരുന്നു ആ മീറ്റിംഗ് എന്ന് പറയുന്നത്. ഞാനിത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, ആ സമയത്ത് എൻ്റെ കയ്യിൽ 10 പൈസയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു നിമിഷം എൻ്റെ കുറേ സഹോദരങ്ങൾ ചേർന്ന് എന്നെ ഒരു മീറ്റിങ്ങിന് പാടാൻ വേണ്ടി വിളിച്ചു. ഒരു യൂത്ത് ക്യാമ്പിന് എന്നെ പാടാൻ വേണ്ടി വിളിച്ചു. കുറേ നാൾ മീറ്റിംഗ് ഇല്ലാതെ വെറുതെ ഇരുന്ന സമയത്ത് പെട്ടെന്നൊരു പ്രോഗ്രാം കിട്ടിയപ്പോൾ ഞാൻ ഓടിച്ചെന്നു. അവിടെ ചെന്ന സമയത്ത് എന്നെ പാടാൻ വേണ്ടി ക്ഷണിച്ച സമയത്ത് ഞാൻ ഓടിച്ചെന്ന് മൈക്ക് എടുത്ത സമയത്ത് അതിലൊരു സംഘാടകൻ ഓടി വന്ന് എൻ്റെ ഇത് മൈക്ക് പിടിച്ചു വാങ്ങിച്ചു. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവനെ ഇങ്ങനെയുള്ള വേദികളിലൊന്നും പാടിക്കാൻ പറ്റത്തില്ല, ഇവൻ ഗാനമേളയ്ക്കൊക്കെ പാടി നടക്കുന്നത്, അതുകൊണ്ട് ഇങ്ങനെയുള്ള വേദികളിലൊന്നും ഇവനെ പാടിക്കാൻ പറ്റത്തില്ല. അപ്പോഴൊക്കെ ഞാൻ കർത്താവിനോട് ചോദിച്ചു, ദൈവമേ, ഞാൻ നിനക്ക് വേണ്ടി പാടാൻ തീരുമാനമെടുത്തിട്ട്, ഞാൻ നിനക്ക് വേണ്ടി മാത്രമേ ജീവിക്കത്തുള്ളൂ എന്ന് തീരുമാനമെടുത്തിട്ട് എൻ്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. ഞാൻ എപ്പോഴും വേദികളിൽ പറയുന്നൊരു കാര്യമുണ്ട്, അബ്രഹാം ഒരിക്കൽ ഇസഹാക്കുമായി മോറിയ മലയിലേക്ക് കടന്നു ചെന്നപ്പോൾ ഒരിക്കലും തൻ്റെ മകനെ താൻ 2 കഷ്ണമാക്കിയാലും അതിനെ തിരിച്ചു ചേർക്കാൻ കഴിവുള്ളവനായ എൻ്റെ ദൈവം എന്ന് കണ്ടിട്ടാണ് പോയത്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവമാണ് വിളിച്ചിറക്കിയതെങ്കിൽ നിന്റെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ എൻ്റെ കർത്താവിന് കഴിയും. ഇന്ന് രാത്രിയിൽ ഓരോ വേദികളും കർത്താവ് എന്നെ നിർത്തുമ്പോൾ ദൈവം നിർത്തുന്നതല്ലാതെ, ദൈവം ഉയർത്തിയെന്നല്ലാതെ, ദൈവം മാനിക്കുന്നതെന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. അപ്പോഴൊക്കെ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, എത്ര ആയിരങ്ങൾ വന്നാലും എത്ര 10,000 വന്നാലും എനിക്ക് പാട്ട് പാടാൻ എനിക്കൊരു മടിയില്ലായിരുന്നു. പക്ഷേ 2 വാക്ക് സംസാരിക്കാൻ എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് രാത്രിയിൽ എന്നെ വിടുവിച്ച് എൻ്റെ കർത്താവിനെ കുറിച്ച് പറയാൻ, എന്നെ വിടുവിച്ച് എൻ്റെ ദൈവത്തെക്കുറിച്ച് പറയാൻ 1000 വന്നാലും 10,000 വന്നാലും എനിക്കൊരു മടിയില്ല. കാരണം എൻ്റെ ദൈവം വിശ്വസ്തനാണ്. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്.
ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഞാൻ പിറുപിറുത്തിട്ടുണ്ട്, കർത്താവ് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? എനിക്ക് മുമ്പ് ഇറങ്ങിയവരൊക്കെ ഇന്ന് നല്ല നിലയിൽ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ എൻ്റെ ജീവിതത്തിന് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ഇന്ന് രാത്രിയിലും യോഗ്യതയില്ലാത്ത പല വേദികളിലും കർത്താവിനെ നിർത്തുമ്പോൾ എനിക്ക് അവനെ സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രിയിൽ ഒരു നിമിഷം എല്ലാ കണ്ണുകളും ഒന്ന് ദൈവസന്നിധിയിൽ അടച്ച് ഒരു നിമിഷം ആ കരങ്ങളെ എല്ലാം ഒന്ന് സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി ഇന്ന് രാത്രിയിൽ നാം ആരാധിക്കുന്ന ദൈവം ആരാണെന്നുള്ള ബോധ്യമുള്ളവർ നന്ദിയോടെ ചില നിമിഷങ്ങൾ ആ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ കഴിയുമോ? ദൈവത്തിന്റെ വചനം പറയുന്നു, ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതി കർത്താവും, താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനും എന്നാൽ തക്ക സമയത്ത് പ്രത്യക്ഷത വരുത്തുകയും ചെയ്യുന്ന ഒരു ദൈവം. ദൈവത്തിന്റെ വചനം പറയുന്നു, വസ്ത്രം ധരിക്കുന്നത് പോലെ പ്രകാശത്തെ ധരിക്കുന്നവൻ, തിരശീല പോലെ ആകാശത്തെ വിരിക്കുന്നവൻ, മേഘങ്ങളെ തന്റെ തേരാക്കി കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നവൻ, ഇളകി മറിയുന്ന സമുദ്രങ്ങൾക്ക് പഞ്ചസാര മണൽ കൊണ്ട് അതിരു വരച്ചവൻ. എൻ്റെ ദൈവത്തെ എത്രയൊക്കെ വർണ്ണിച്ചാലും മതിയാവത്തില്ല, എൻ്റെ ദൈവത്തെ എത്രയൊക്കെ സ്തുതിച്ചാലും മതിയാവത്തില്ല. അവൻ ആദ്യനും അന്ത്യനുമാണ്, അവൻ ആൽഫയും ഒമേഗയുമാണ്, അവൻ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനാണ്, അവൻ യഹൂദ ഗോത്രത്തിന്റെ സിംഹമാണ്. ഇന്ന് രാത്രിയിലും അവന്റെ മഹത്വം തിരിച്ചറിയുന്നവർ നന്ദിയോടെ ചില നിമിഷങ്ങൾ ശബ്ദമുയർത്തി അന്യഭാഷകളിൽ നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖമൊന്നുമില്ല. നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ശബദ് പാടാം. നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖമൊന്നുമില്ല. നിന്നെ കാണും ജനങ്ങൾക്ക് പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. പരമരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. നിന്നോടൊന്നിച്ചുള്ള വാസം എൻ്റെ കണ്ണീർ തുടച്ചിടും. നിന്നോടൊന്നിച്ചുള്ള വാസം എൻ്റെ കണ്ണീർ, നിന്നോടൊന്നിച്ചുള്ള വാസം എൻ്റെ കണ്ണീർ തുടച്ചിടും. നിന്നോടൊന്നിച്ചുള്ള എൻ്റെ ചേർന്ന് പരമരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. പരമരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. നിന്റെ മുഖശോഭ മൂലം, ഓ നിന്റെ മുഖശോഭ മൂലം എൻ്റെ ദുഃഖം തീർന്നു പോകും. നിന്റെ മുഖശോഭ മൂലം നിന്റെ മുഖശോഭ മൂലം നിന്റെ മുഖശോഭ മൂലം എൻ്റെ ദുഃഖം തീർന്നു പോകും. നിന്റെ മുഖശോഭ പരമരമേശ ആ കരങ്ങളെല്ലാം ഒന്ന് സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി. ഓ ശാത്രമശേ പരമരമേശ നീയത്രേ രക്ഷാസ്ഥാനം. പരമരമേശ ഓ പരമരമേശ ഓ നീയത്രേ രക്ഷാസ്ഥാനം. പരമരമേശ ഓ പരമരമേശ നീയത്രേ രക്ഷാസ്ഥാനം. കരങ്ങളെ ഉയർത്തിച്ചേർന്ന് ഹല്ലേലൂയ.